നിന്ന് രാഹുൽ ഗാന്ധിയെ തുരത്തിയതുപോലെ വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ തുരത്തണമെന്ന് പ്രഖ്യാപനം നടത്തി. അത് മോദി സർക്കാരിന്റെ ഒരു അജണ്ട. ആ അജണ്ടയുടെ ഭാഗമായി നിരവധി BJP നേതാക്കൾ വയനാട്ടിലേക്ക് വരികയാണ്. പക്ഷേ കേരളത്തിലെ BJP മോദി സർക്കാരിന്റെ അജണ്ട ഏറ്റെടുക്കാൻ ശേഷിയുള്ളവരല്ല. അതുകൊണ്ട് മോദി സർക്കാരിന്റെ കൊട്ടേഷൻ, സംഘപരിവാറിന്റെ കൊട്ടേഷൻ കേരളത്തിലെ CPM ഏറ്റെടുത്തിരിക്കുന്നതാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ നടത്തിയ ആക്രമണത്തെ കണ്ടത്. ഈ ബഫർ സോണും SFI തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ബഫർ സോണിനെ സംബന്ധിച്ച് ജൂൺ 10 രാഹുൽ ഗാന്ധി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കത്തെഴുതിയത്? കാരണം സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഇത് സംബന്ധിച്ച് പ്രാദേശികമായ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ സ്റ്റേറ്റ് എംപവർമെന്റ് കമ്മിറ്റിക്ക് മുമ്പായിട്ടാണെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ മുമ്പിലാക്കിയാണെങ്കിലും ഇപ്പോഴുള്ള ഈ ബഫർ സോൺ വിധിയിലെ മാറ്റം വരുത്തണമെങ്കിൽ സ്റ്റേറ്റാണ് മൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാടിലെ MP എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രിക്ക് കത്തയച്ചത്. അതിന്റെ തൊട്ട് പിറ്റേ ദിവസം CPMന്റെ ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി രാഹുൽ ഗാന്ധി വിവരമില്ലാത്തത് കൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയതെന്ന് പറഞ്ഞു. വിരുന്നുകാരനാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. അപ്പോൾ ഇവിടുത്തെ DCCയും MLAമാരും എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. കാരണം സ്റ്റേറ്റ് ആണ് ഇതിന്റെ ഇനിഷ്യേറ്റീവ് എടുത്തത്. ഇവിടെ ഏറ്റവും രസകരമായ കാര്യം എന്താ? ഇവിടെ ഈ സംസ്ഥാന സർക്കാരാണ് വില്ലൻ. പിണറായി വിജയനാണ് ബഫർ സോണിലെ വില്ലൻ. 23/10 തീരുമാനിക്കുകയാണ് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾക്കും കിലോമീറ്റർ ദൂരം ബഫർ സോണായി പ്രഖ്യാപിക്കണമെന്ന് തത്വത്തിൽ അംഗീകരിക്കുന്നതിനുള്ള തീരുമാനം ഞങ്ങളുടെ കയ്യിലുണ്ട്. കഴിഞ്ഞ UDF യോഗത്തിൽ ഞങ്ങളിത് ചർച്ച ചെയ്ത് പറഞ്ഞതാണ്. അതിനെ തുടർന്നാണ് സുപ്രീം കോടതി വിധി വരുന്നത്. അപ്പൊ ഇപ്പൊ എന്നിട്ട് അവര് ഹർത്താൽ നടത്തില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായിരുന്ന മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനമാണ് ബഫർ സോണിനെ തത്വത്തിൽ അംഗീകരിക്കുന്നത്. എന്നിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി എടുത്ത തീരുമാനത്തിനെതിരായി ഇവിടുത്തെ CPM ഇവിടെ ഹർത്താൽ നടത്തും. ഇല്ലേ? ആളുകളെ കൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ നിരന്തരമായി ഇതിന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ബഫർ സോണിന്റെ പ്രശ്നം. ബഫർ സോൺ SFI തമ്മിൽ എന്ത് ബന്ധം? ഒരു പ്രസ്താവന പോലെ അവിടെ വന്നിട്ടില്ല. ഇത് കണക്കി കൂട്ടി അറിയപ്പെടുന്ന ക്രിമിനലുകളെ പാർട്ടി ഓഫീസിന്റെ മുന്നിൽ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് നേരത്തെ പ്ലാൻ ചെയ്ത് ആസൂത്രണം നടത്തി ഡൽഹിയിലിരിക്കുന്ന സംഘപരിവാർ നേതാക്കന്മാരെയും മോദി സർക്കാരിനെയും സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമമാണ് എന്നുള്ള ഞങ്ങളുടെ ആരോപണം ശരിവെക്കുന്ന സംഭവങ്ങളാണ് ഇതിന് ചുറ്റുമുണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഗാന്ധിയുടെ ചില മകമാണ് അടിച്ചു പൊട്ടിച്ചിരിക്കുന്നത്. അത് വേറെ വളരെ ചിത്രം വെച്ചിട്ട് അനുഭവപ്പെട്ടില്ല. ഞാൻ ഇന്നലെ പയ്യന്നൂരിൽ ഗാന്ധി പ്രതിമയുടെ തല വെട്ടുമാറ്റിയത് കണ്ടിട്ടുണ്ട്. വളരെ പ്ലാന്റ് ഗാന്ധി പ്രതിമയുടെ തല വെട്ടിമാറ്റി മടിയിലൊരു ചെങ്കല്ല് വെച്ച് അതിന്റെ മീതെ ഗാന്ധി പ്രതിമ വെച്ചിരിക്കുകയാണ് ഞങ്ങളുടെ വെച്ച്. കഴിഞ്ഞ 5-8 വർഷക്കാലമായി എല്ലാ ജനുവരി 30 വടക്കേ ഇന്ത്യയിൽ സംഘപരിവാറിന്റെ വിവിധ സംഘടനകൾ ഗാന്ധിയുടെ ചിത്രം വെച്ചിട്ട് അതിന്റെ മീതെ നിറയൊഴിക്കുകയും അതിന്റെ മീതെ ചൂലൂർ നടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവര് പോലും ചെയ്യാത്ത കാര്യം ആണ്. കേരളത്തിൽ സംഘപരിവാർ പോലും ചെയ്യാത്ത കാര്യമാണ് ഉത്തരേന്ത്യയിൽ സംഘപരിവാർ ചെയ്യുന്നത്. CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗാന്ധിയുടെ തലവെട്ടി മാറ്റി. പല സ്ഥലത്തും ഓഫീസുകൾ ആക്രമിച്ചപ്പോൾ ഗാന്ധിയുടെ പണം എടുത്ത് തല്ലിപ്പൊട്ടിച്ചു. ഗാന്ധി ഘാതകർക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഗാന്ധിയുടെ പണം തകർത്താൽ. ഇവിടെയും ഗാന്ധിയുടെ പണം തകർത്തു. അപ്പൊ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുക, എന്നിട്ട് സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ അവരുമായി സന്ധി ചെയ്യുക. ഡെമോക്രസിന്റെ വാദപോലെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഈ സർക്കാരിന്റെ മീതെ നിൽക്കുകയാണ്. അതുകൊണ്ട് ആ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഡൽഹിയിലെ സംഘപരിവാറിനെയും മോദി സർക്കാരിനെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഈ SFI എന്ന് പറയുന്നത് ഇപ്പൊ ക്രിമിനലുകളുടെ സംഘടനയാണ്. ഇവിടെ തന്നെ ഒരു DYFIക്കാരുണ്ടായിരുന്നല്ലോ ഇതിന്റെ അകത്ത്. SFI മാത്രമല്ലല്ലോ, DYFI ജില്ലാ സെക്രട്ടറിയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളുടെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം നടന്നത്. ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നത്. കേട്ടാണ് ആരും അറിഞ്ഞില്ല എന്ന് പറയുന്നത്. DYFI നേതാക്കൾ എന്തായിരുന്നല്ലോ. ഇവിടെ DYFIയുടെ ഒരു ജില്ലാ നേതാവിനെ അമിതമായി മദ്യപിച്ച് അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിന് സസ്പെൻഡ് ചെയ്തു.
അയാളാണ് ഇവിടുത്തെ ലഹരി വിരുദ്ധ കോർഡിനേറ്റർ ഡിവൈഎഫ്ഐ ജില്ല. ഡിവൈഎഫ്ഐയുടെ ലഹരി വിരുദ്ധ കമ്മിറ്റിയുടെ ജില്ലാ കോർഡിനേറ്ററിനെ അമിതമായ മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന് വിളിച്ചു. ഇവരെല്ലാം ക്രിമിനലുകളും ഇവിടുത്തെ ഡ്രഗ് മാഫിയയ്ക്ക് സംരക്ഷണം കൊടുക്കുന്നവരോട് മയക്കുമരുന്ന് മാഫിയയ്ക്ക് പുകവലിച്ചു കൊടുക്കുന്ന ആളുകളാണ് ഈ നേതാക്കന്മാർ, ക്രിമിനലുകൾ. അവരെ രംഗത്തിറക്കിയിരിക്കുക. SFIയുടെ സംസ്ഥാന സെക്രട്ടറി എത്ര കേസിലെ പ്രതിയാണ്? കൊച്ചി നഗരത്തിലെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസിലെ പ്രതിയാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ AISFന്റെ വനിതാ നേതാവിനെ, സംസ്ഥാന നേതാവിനെ ചവിട്ടി നിരത്തിട്ട ആളാണ് SFI സംസ്ഥാനത്തൊക്കെ. ചവിട്ടി നിരത്തിട്ടിട്ട് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പറഞ്ഞ വാചകങ്ങൾ ആ പെൺകുട്ടി AISFന്റെ സംസ്ഥാന വനിതാ നേതാവ് മൊഴിയേറ്റ് കൊടുക്കുന്നു. എനിക്ക് പറയാൻ പറ്റില്ല, എനിക്കിവിടെ വെച്ച് പറയാൻ പറ്റില്ല. അതേപോലത്തെ വാചകങ്ങൾ AISF നേതാവിനെതിരെ, വനിതാ നേതാവിനെതിരെ പറഞ്ഞ ആളാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി. അപ്പൊ CPM ഈ ക്രിമിനലുകളെ ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും നേതൃത്വത്തിൽ വെച്ചുകൊണ്ട് ഈ സംസ്ഥാനത്ത് കലാപാന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമാണ്. ഇത് മുഴുവൻ വളരെ വളരെ ആസൂത്രിതമായി ആലോചിച്ച് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടുകൂടി കൃത്യമായ നിർദ്ദേശം. ഞാൻ ഇന്നലെ ചോദിച്ചത്, ഞങ്ങൾ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് ചെയ്താൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് കയറാൻ പറ്റുമോ? ഞങ്ങൾ AKG സെന്ററിലേക്ക് മാർച്ച് ചെയ്താൽ ഞങ്ങൾക്ക് അതിനകത്തേക്ക് കയറാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കൃത്യമായ ഒരു അകലത്തിൽ ഈ പ്രകടനക്കാരെ ബ്ലോക്ക് ചെയ്ത് പോലീസ് അവരെ തടയും, ഇല്ലേ? എന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി അങ്ങോട്ട് മാർച്ച് ചെയ്തു. ഞാൻ ചോദിക്കും, എന്റെ വീട്ടിലേക്ക് എന്തിനാണ് മാർച്ച് ചെയ്തത്? ഞാന് കറൻസി വിദേശത്തേക്ക് ഇറക്കിയെന്ന് എനിക്കെതിരെ ആരോപണമാണ്. എന്റെ വീട്ടിലേക്ക് ബിരിയാണി ചെമ്പ് വന്നെന്ന് ആരോപണമാണ്. എന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുക, എന്നിട്ട് ഗേറ്റ് ചാടിക്കിടന്ന് അകത്ത് കയറിയാണ്, എന്റെ വീടിനകത്ത് കയറിയാണ്. ആ ആളെ ജാമ്യത്തിൽ വിടാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടിനകത്ത് കയറി ഒരാൾ ഭീഷണിപ്പെടുത്തിയ ആളെ ജാമ്യത്തിൽ വിടുവോ? ജാമ്യത്തിൽ വിടുവോ? AKG സെന്ററിന്റെ അകത്ത് കയറി തല്ലി പൊളിച്ചു കഴിഞ്ഞാൽ അവരെ ജാമ്യത്തിൽ വിടുവോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇടപെട്ടാണ് ജാമ്യത്തിൽ വിടുന്നത്. എന്നെ കൊല്ലും, അതുപോലെ KPCC പ്രസിഡന്റിനെ ആക്രമിക്കും എന്ന് പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റിൽ ആളുകളാണ്. എല്ലാ യോഗങ്ങളിലും പ്രസംഗിക്കുകയാണ്. ഞങ്ങളെ കൊണ്ടുവന്ന് എന്റെ നിയോജകമണ്ഡലമായ പറവൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തും എന്നെഴുതി മുഖ്യമന്ത്രിയെ കൊല്ലുമെന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രിയെതിരായിട്ട് ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഫേസ്ബുക്ക് പോസ്റ്റിട്ട് അവരെ അറസ്റ്റ് ചെയ്യില്ലേ? അപ്പൊ ഞങ്ങൾക്കെതിരെയെല്ലാം ഇതുപോലെ കലാപാഹ്വാനം നടത്തി കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, AKG സെന്ററാണ് എന്ന് ഞാൻ ആരോപണം ഉന്നയിക്കുന്നില്ല. AKG സെന്ററിൽ നിന്നൊക്കെ കാര്യങ്ങൾ പോയി. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച കേരളത്തിൽ കാര്യങ്ങൾ. ഈ പിണറായി ഭരണത്തിന്റെ സർവനാശത്തിന്റെ തുടക്കമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച, ഇവർക്ക് ഇവിടെ കുഴപ്പമുണ്ടാക്കണം, മൊത്തത്തിൽ കുഴപ്പമുണ്ടാക്കണം. എല്ലാ സ്ഥലത്തും ഇന്നലെയും എത്രയോ സ്ഥലത്ത് ഇതിൽ പ്രതിഷേധിച്ച് പ്രകടനം നടത്തിയ ഞങ്ങളുടെ പ്രകടനത്തെ എത്ര സ്ഥലത്ത് ആക്രമിച്ചു. കോട്ടയത്ത് രണ്ടുപേര് തലമുട്ടി ആശുപത്രിയിലാണ്. അവിടെയും ഡിവൈഎഫ്ഐക്കാരെന്ന് ആക്രമിക്കുകയാണ്. ഒരു വശത്ത് ഇതിന് തല പറയുക, ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പറയുക, മറുവശത്ത് വീണ്ടും ആക്രമണം നടത്തുക. ഇതാണ് ചെയ്തത്. അതിന് ഞങ്ങൾ വളരെ ഗൗരവതരമായി മുന്നോട്ട് കൊണ്ടു. ഇത് ഞങ്ങളുടെ മുമ്പിൽ ഒരു പ്രതിസന്ധിയുണ്ട്, തീർച്ചയായിട്ടും. ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ജനവിഭാഗങ്ങൾ, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ജനവിഭാഗങ്ങളും ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരും ഞങ്ങൾ CPM ചെയ്യുന്നത് പോലെ ഒരു അക്രമ സമരം നടത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതൊരു പ്രശ്നമുണ്ട്. അവരുടെ ഒരു സമ്മർദ്ദം ഞങ്ങളുടെ മീതിയും. അതേ അവസരത്തിൽ തന്നെ ഞങ്ങളുടെ പ്രവർത്തകരെ ഞങ്ങൾക്ക് സംരക്ഷിക്കണ്ടേ, ഞങ്ങളുടെ ഓഫീസുകളെ ഞങ്ങൾ സംരക്ഷിക്കണ്ടേ? ഈ അക്രമകാരികളിൽ നിന്ന് അത് രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. ഈ പ്രതിസന്ധിയിലാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇതുവരെ എടുത്ത ആത്മസംയമനം പാലിക്കാനും നിയന്ത്രണം പാലിക്കാനും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതിന്റെ അറ്റത്തെത്തിക്കാണ്, ഏറ്റവും അറ്റത്തെത്തിക്കുക. ഇനി അതിന്റെ അപ്പുറത്തോട്ട് നമുക്ക് പറയാൻ പറ്റാത്ത, ഞങ്ങളുടെ പ്രവർത്തകരോട് പറയാൻ പറ്റാത്ത, ഞങ്ങളുടെ സഹപ്രവർത്തകരോട്, ഞങ്ങളുടെ നേതാക്കളോട് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഇവിടെ ഞങ്ങളെ കൂടി പ്രകോപിപ്പിച്ചു. ഇതൊരു വൈകാരികമായ വിഷയമാണ്. ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ ദേശീയ നേതാവിന്റെ ഓഫീസ് അല്ല് തകർത്ത് അദ്ദേഹത്തെ അപമാനിച്ചു. LDF മോഡി സർക്കാർ ചെയ്യുന്നത് അത് തന്നെയാണ്, അവരാഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അദ്ദേഹത്തെ അപമാനിച്ച് അപകീർത്തിപ്പെടുത്തി
അദ്ദേഹത്തിന്റെ കസേരയിൽ കൊണ്ടുപോയി വാഴ വെച്ച് ഇത്രയും അപമാനിക്കേണ്ട അദ്ദേഹത്തെ സംഘപരിവാർ ചെയ്യുന്നത് കേരളത്തിലെ CPM ആവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ആവർത്തിക്കണം. ഞങ്ങൾക്കിത് വൈകാരികമായ വിഷയം കൂടിയാണ്. ഞങ്ങളെ പരമാവധി പ്രകോപിപ്പിച്ചു രക്തസാക്ഷികൾ ഉണ്ടാക്കാനാണ് CPM നോക്കുന്നത്. ഞാൻ CPM-ന് വേണ്ടി കൊടി പിടിച്ച് നടക്കുന്ന ചെറുപ്പക്കാരോട് പറയുന്നു, നിങ്ങളെ പോലും തയ്യാറാക്കി നിങ്ങളെ പാർട്ടി ഓഫീസിന്റെ മുന്നിൽ വെള്ളം ഉറപ്പിച്ച് കിടത്തി നിങ്ങൾ മരിക്കുന്നില്ല, നിങ്ങൾ ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് മുദ്രാവാക്യം വിളിക്കാൻ ആവശ്യം നിങ്ങളുടെ നേതാക്കന്മാർ. അങ്ങനെ നിങ്ങളെ രക്തസാക്ഷികളാക്കിയാലും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ അന്വേഷിക്കാതെ രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ വേണ്ടി നോക്കിയാണ്. അതിനു മാത്രം പ്രകോപനമാണ്. ഉറപ്പായും പങ്കെടുത്തിട്ടുണ്ട്. ഏത് ആക്രമണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വമായിരുന്നു. SFI ജില്ലാ നേതാക്കന്മാരുടെ കൂടെ നേതൃപരമായ പങ്ക് ഈ ആക്രമണത്തിൽ ഈ ആസൂത്രണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കാൻ വന്നെന്ന് പറഞ്ഞു. സംഭവം നടന്ന ഉടൻ മുഖ്യമന്ത്രി അടക്കം സകല ഇടതു നേതാക്കളും തല്ലിപ്പറയാണ്. അർത്ഥം അവരുടെ പ്ലാനിംഗ് പാടി. സംഭവം നടന്നതല്ല, ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഉണ്ടായ പ്രതിഷേധവും ആളുകളുടെ ഞെട്ടലും അവരെ പ്രതിരോധത്തിലാക്കി. അപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇതെല്ലാം ചെയ്ത് തീർത്ത് എല്ലാം വെച്ചിട്ട് അയ്യോ വളരെ മോശമായി പോയെന്ന് പറഞ്ഞാൽ പോലെ അതെന്താ ബഫർസോണുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സമരപരിപാടികളിലേക്ക് കടന്നിരുന്നു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനി അങ്ങോട്ടുള്ള അല്ല, അതിന്റെ സമരപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമരപരിപാടികളിൽ ഇപ്പോൾ ഒന്നാമത് നിൽക്കുന്നതാണ് അത് സംസ്ഥാന മുഖ്യമന്ത്രി. ക്യാബിനറ്റിന്റെ തീരുമാനം കിടക്കുകയാണ് റെക്കോർഡിൽ. ആളുകളെ ഭരിക്കാൻ വേണ്ടി എന്തിനു ഹർത്താൽ നടത്തിയത്? മന്ത്രിസഭാ തീരുമാനം നിലനിൽക്കുകയാണ്. മന്ത്രിസഭാ തീരുമാനം റദ്ദാക്കിയിട്ടുണ്ടോ? വയനാട്ടിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും സംയുക്തമായിട്ട് ഇപ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ ബഫർ സോണിനെതിരെ സമരം നടക്കുന്നുണ്ട്. ഈ ഇതിന്റെ പശ്ചാത്തലം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ UDF-ന്റെ ഞങ്ങൾ CPM-മായി ചേർന്ന് ഒരു സമരത്തിനുമില്ല, ഒരു കാരണവശാലുമില്ല. കാരണം CPM-ന്റെ ഈ സമരം തന്നെ കാപട്യമാണ്. മന്ത്രിസഭാ തീരുമാനം, പിണറായി വിജയന്റെ അധ്യക്ഷതയിലെടുത്ത മന്ത്രിസഭാ തീരുമാനം ബഫർ സോണിനെ അംഗീകരിച്ചുകൊണ്ടാണ്. ബഫർ സോൺ വേണമെന്നാണ്. എല്ലാ രേഖകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒരാൾ നിഷേധിച്ചോ? ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. പട്ടിക തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ് എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു SFI-ക്കാർ. ഞാൻ പറഞ്ഞത് ഇതെല്ലാം പ്ലാന്റാണ്. ഇന്നലെ ഇവിടേക്ക് DYSP-യുടെ അടുത്ത് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ നീക്കുമ്പോൾ DYSP-ക്ക് വന്ന മെസ്സേജ് എന്താ കേൾക്കണ്ടല്ലോ എല്ലാവരും വൈറസിൽ. എന്താ പറയുന്നത്? കാര്യങ്ങളെല്ലാം തീർന്നില്ല എന്നാണ് ചോദിച്ചത്. മുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ചോദിക്കുന്നത്. കാര്യങ്ങളെല്ലാം തീർന്നില്ലേ? അതിന് കുട്ടികളെ വിട്ടേക്ക്, അവരൊന്നും ചെയ്യേണ്ടെന്നാണ് മുതിർന്ന ഉദ്യോഗസ്ഥൻ. മുതിർന്ന ഉദ്യോഗസ്ഥൻ നമ്മളിവിടെ പരസ്യമായിട്ട് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പോലീസ്, ഇവിടുത്തെ പോലീസാണ് മുകളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ ഏത് പോലീസാണ് ഇങ്ങനൊരു പ്രകടനം രാഹുൽ ഗാന്ധിയുടെ ദേശീയ നേതാവ് സുരക്ഷയുള്ള രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വലിച്ചു എന്ന് പറയുമ്പോൾ വഴിയിൽ അത് ബ്ലോക്ക് ചെയ്യില്ലേ? വഴിയിൽ ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് അത് ബ്ലോക്ക് ചെയ്യാത്തത്? അവിടെ മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ്. അപ്പൊ ഓഫീസിന്റെ അകത്തേക്ക് കയറാനല്ലേ വാഴയായിട്ട് വരുന്നത്? ഓഫീസിന്റെ അകത്ത് കയറുക, ആ പോലീസിന് തന്നെ റിപ്പോർട്ട് ഉണ്ടല്ലോ ചെയ്യുന്നു. ഇതിനകത്ത് കയറും, പ്രശ്നം ഉണ്ടാക്കുന്ന അറിയാലോ. അപ്പൊ എല്ലാം മുകളിൽ നിന്നുള്ള അറിവോട് കൂടിയാണെന്ന് വളരെ വ്യക്തമല്ലേ? എന്തൊരു സംശയം? അതൊക്കെ കണ്ണിൽ പൊടിയുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോ സ്വപ്ന സുരേഷിന്റെ കേസിൽ വിജിലൻസ് ഡയറക്ടറെ മാറ്റുന്നത് അതിനേക്കാൾ നല്ല സ്ഥാനത്ത് വെച്ചേക്കാം അദ്ദേഹത്തിന്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇടപെട്ട് ഇടനിലക്കാരനായി പ്രവർത്തിച്ചാണ് അദ്ദേഹം. കെട്ടപ്പതേ വിജിലൻസ് ഡയറക്ടറെ മാറ്റി. അതിനേക്കാൾ നല്ല പോസ്റ്റ് വെച്ചേക്കാം. ഇയാൾക്ക് ഇതിനേക്കാൾ നല്ല പ്രൊമോഷനോടുകൂടി നല്ല പോസ്റ്റ് കൊടുക്കും ഈ DYSP. ഇവിടുത്തെ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു DYSP ഉണ്ടല്ലോ. രാഹുൽ ഗാന്ധിയുടെ ഇവിടുത്തെ എല്ലാ പരിപാടികളും തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് പരിപാടി കൊടുത്താലും അപ്രൂവൽ കൊടുക്കില്ല. ഇതിന് മുൻപുണ്ടായിരുന്നവരൊക്കെ വളരെ മാന്യമായി നന്നായി ചെയ്തിരുന്നതാണ്. ഇപ്പൊ പുതിയതായിട്ട് ഒരാളെ വെച്ചിരിക്കുകയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP. രാഹുൽ ഗാന്ധിയുടെ പരിപാടി തകർക്കണം. അപ്പൊ രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്ത് സംഘപരിവാറും മോഡി സർക്കാരും ചെയ്യുന്നത് അതിന്റെ കൊട്ടേഷൻ, കേരളത്തിലെ CPM നേതൃത്വവും പിണറായി സർക്കാരും മേടിച്ചിരിക്കുന്നതാണ്.
സ്മൃതി ഇറാനിയുടെ സന്ദർശനത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ആസൂത്രണമടക്കം പ്ലാൻ ചെയ്യപ്പെടുന്നു. ഒരു സിപിഎം ഇക്കാര്യത്തിൽ ഒരുമിച്ചാണെന്ന് പറഞ്ഞത്. അതിന് എന്താണ് ബേസ്? അല്ല, വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണല്ലോ ഇതിനു മുൻപൊന്നും ഒരിക്കലും കാണാത്ത തരത്തിൽ രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഇന്നത്തെ കാര്യം അറിയില്ല എന്ന് പറയുന്നത് സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മുമ്പിൽ നിന്ന് പ്രകടനം തുടങ്ങുന്നത് ഇവർക്ക് ആരും അറിഞ്ഞില്ല എന്ന് പറയുന്നത്. ഈ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 2-3 ദിവസം കൊണ്ട് ആളുകളെ സംഘടിപ്പിച്ച് ഇവിടെ വാഹനങ്ങളിൽ ഇവിടെ കൊണ്ടുവരിക, ഡിവൈഎഫ്ഐ എസ്എഫ്ഐ നേതാക്കന്മാര് അതിന് നേതൃത്വം കൊടുക്കുക, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അതിനെയാണല്ലോ സിപിഎമ്മിന്റെ ഘടന. ADGP മനോജ് പ്രഹാനെയാണ് അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ആ അന്വേഷണത്തിന് തൃപ്തിയുണ്ടോ? ഈ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു ഗൂഢാലോചനയും ഒരു ആക്രമണവും നടന്നിരിക്കുകയും അന്യപ്പൊടിയിടാൻ വേണ്ടി ഇതുപോലെ അന്വേഷണം കഴിഞ്ഞിട്ട് എന്ത് കാര്യം, എന്ത് പ്രസക്തിയാണ് അതിനകത്തുള്ളത്? എന്ത് പ്രസക്തിയാണുള്ളത്? പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ അതിക്രമിച്ച് കയറിയവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിട്ട് അവരെ അപ്പം തന്നെ 10 മിനിറ്റ് ജാമ്യത്തിൽ വിട്ടു. ഞാനാണ് ചോദിച്ചത്, ക്ലിഫ് ഹൗസിൽ ഇരച്ചൊരുത്താൻ കയറി മുഖ്യമന്ത്രിയുടെ വീടിനകത്ത് കയറി ഭീഷണിപ്പെടുത്തിയ എന്ത് ചെയ്യും? ജാമ്യത്തിലുണ്ടോ? ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. കാട്ടുനീതിയാണ് കേരളത്തിൽ, കാട്ടുനീതി. അതുകൊണ്ട് എന്താ കാര്യം? അതിനേക്കാൾ അതിന്റെ മുകളിലിരിക്കുന്നു. ഇത് അവിടെ താഴെ നിന്ന് നേതൃത്വം കൊടുക്കാൻ ഡയറക്ഷൻ കൊടുത്തു പോലീസുമായിട്ട് എല്ലാവരും ഏകോപനം നടത്തി SFI ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് എല്ലാവരും ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. ഇപ്പൊ ചെയ്യാൻ പോകുന്നതെല്ലാം കണ്ണ് പൊടിയിടാനുള്ള ഇതിൽ നിന്ന് ഞങ്ങൾക്കിതിൽ പങ്കില്ല, ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല എന്ന് കാണിക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എല്ലാ അക്രമത്തിനും പ്രോത്സാഹനം കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് ആദ്യമായി ക്രിമിനലിനെ പറഞ്ഞുവിട്ട സംസ്ഥാനത്തെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. എന്നിട്ട് അവരെ സംരക്ഷിക്കുകയും ചെയ്യാം. അതൊരു മെസ്സേജ് അല്ലേ? പാർട്ടിയിലെ ക്രിമിനലുകൾക്കൊരു മെസ്സേജ് അല്ലേ? പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്കും വീട്ടിലേക്കും അതിക്രമിച്ച് കയറിയവർ ചുക്കില്ല എങ്കിൽ എവിടെയാണ് കയറാൻ കേരളത്തിൽ? അതൊരു മെസ്സേജാണ്. ഇതെല്ലാം കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ്. ഞാൻ എന്നിട്ട് ആരോപണം ഉന്നയിച്ചിട്ട് പോലും ഒന്നും പറഞ്ഞില്ലല്ലോ, ഒരു അക്ഷരം പറഞ്ഞില്ലല്ലോ. ഇതിപ്പോ ദേശീയ തലത്തിൽ ദേശീയ മാധ്യമങ്ങളും എല്ലാവരും ചേർന്ന് അത്ഭുതം പ്രകടിപ്പിക്കുകയും അവരെല്ലാം പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ദേശീയ തലത്തിൽ തന്നെ ഇതൊരു വലിയ സംഭവമായി മാറുകയും ചെയ്തപ്പോ ഫേസ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ പറയുന്ന കാര്യം. അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല, ഞങ്ങൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അർഹിക്കുന്ന ഉചിതത്തോടുകൂടി തള്ളുകയാണ് ഇപ്പോഴത്തെ നടക്കുന്ന പ്രതികരണങ്ങൾ. ഒരു കാര്യമില്ല. അല്ല, വളരെ പെട്ടെന്ന് ഒരു ആസൂത്രണം ഉണ്ടാകുന്നു, ആക്രമണം ഉണ്ടാകുന്നു. ഇത് മറ്റെന്തെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി പറഞ്ഞല്ലോ. ഇതിപ്പോ ഇന്നലെ ഉണ്ടായത് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും ആളുകൾ സംഘടിപ്പിക്കില്ലല്ലോ. നിങ്ങൾ ഇന്നലെ അവിടെ വന്ന ആളുകളുടെ ചിത്രങ്ങൾ പരിശോധിച്ചാൽ ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്, വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മുമ്പിൽ ഒരു അസംബ്ലി ചെയ്തിട്ട് അവിടെ നിന്നാണ് ഈ പ്രകടനം നടക്കുന്നത്. ആസൂത്രിതമാണ്. ഇതറിയാലോ. ഇത് കഴിഞ്ഞ കുറെ ദിവസം പ്രതിഷേധം എന്ന് 2 മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ 2 കുട്ടികൾക്കെതിരായിട്ട് മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് കള്ളക്കേസുണ്ടാക്കി കേരളം മുഴുവൻ കലാപം നടത്താൻ ആഹ്വാനം ചെയ്തതുപോലെ ആ കലാപം കെട്ടടങ്ങിയപ്പോ രണ്ടാമത്തെ കലാപത്തിന് തിരികൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ രാഷ്ട്രീയ ഉദ്ദേശങ്ങളോട് കൂടിയാണ് ചെയ്യുന്നത്, രാഷ്ട്രീയ ഉദ്ദേശങ്ങളാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഈ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലോട് കൂടി ഉണ്ടായിരിക്കുന്ന ആദിയും ഭീതിയും വെപ്രാളവും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ചെയ്യുന്നതെന്ന് അവർ ചെയ്യുമ്പോഴും അവർ തന്നെ വീണ്ടും കുടിയിലേക്ക് വരിക, സ്വയം കുറിച്ച് കുടിയിലേക്ക് വീണ്ടുകൊണ്ടിരിക്കുക. അതാണ് സംഭവിക്കുന്നത്. ഈ സ്വപ്നയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മീഡിയ പറ്റും പുതിയ അന്വേഷണം തോന്നുന്നു. ഈ രീതിയിലുള്ള അതിനൊക്കെ പൊളിക്കാൻ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എട്ടാതലക്കാരും പ്രവർത്തിക്കുകയാണ്, ഇടതലക്കാരും പ്രവർത്തിക്കുകയാണ്. നോക്കുക, അങ്ങനെ അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം. ഗാന്ധി നിന്ന സംഘപരിവാർ ചെയ്യുന്നത് അതിനേക്കാൾ രൂക്ഷമായി കേരളത്തിൽ ചെയ്യുന്നു. ഗാന്ധിയും CPM തമ്മിൽ എന്താണ് പ്രശ്നം? ഗാന്ധിയോടെന്താണ് ഇത്ര വിരോധം? ഈ ഗാന്ധിയുടെ തല വെട്ടി മാറ്റി മുഖ്യമന്ത്രി ഒന്ന് പ്രതികരിച്ചോ?
ഈ സംസ്ഥാനത്തെ സാംസ്കാരിക മന്ത്രി ഉൾപ്പെടെ ഏതെങ്കിലും ഒരു മന്ത്രി പ്രതികരിച്ചോ? ഗാന്ധിയുടെ തലവെട്ടി മാറ്റിയിട്ട് CPM ഒരാളെ അറസ്റ്റ് ചെയ്തു, ഒരാളെ അറസ്റ്റ് ചെയ്തില്ല. ഒറ്റാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. കേരളത്തിലെ അപമാനങ്ങൾ നമ്മുടെ ഹൃദയഭേദകമായ കാഴ്ചയാണ്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ തലവെക്കി ഒരു ചെങ്കലിൽ ഒരു വെച്ചേക്കണം. MP ഓഫീസിന്റെ അതിക്രമത്തിന് ശേഷം ഓൺലൈനിൽ വന്ന വാർത്തകളിലൊക്കെ ഗാന്ധിയുടെ ഫോട്ടോ തള്ളിയിട്ടുണ്ട്. അത് നോക്കിയാൽ മതി. എന്നാ പിന്നെ ഗാന്ധിയുടെ തല അവിടെ വെട്ടി മാറ്റിയത് ആ തലയിൽ തന്നെ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചത് കോൺഗ്രസ്സുകാരാണെന്ന് പറയോ? ഈ കഴിഞ്ഞ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോ CPM നേതാക്കന്മാരെല്ലാവരും കണക്ക് പറയുണ്ടായിരുന്നു. എനിക്ക് സംശയം വന്നു. ഞാനിപ്പോ പിരിച്ചു 25,000 രൂപ നമ്മളാണ് ജയിച്ചത്, അവരാണ് ജയിച്ചതെന്ന് സംശയം. അതുപോലത്തെ കാര്യങ്ങളാണ് ഇങ്ങോട്ട് വരണം. ഇങ്ങോട്ട് വരണ്ട, കയ്യിൽ വെച്ചാൽ മതി. എടാ ഇതുപോലത്തെ സാധനങ്ങൾ കയ്യിൽ വെച്ചാൽ മതി. എടാ കയ്യിൽ വെച്ചാൽ പിണറായി വിജയനോട് പോയി ചോദിച്ചാൽ മതി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് എന്നോട് ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കണ്ട. ഇതുപോലെ അസംബന്ധം കാണിച്ചിട്ട് നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ പത്രത്തില് നിങ്ങളുടെയൊക്കെ ചാനലിൽ കൊടുക്കുന്ന കലാപത്തിന് നടക്കുന്ന ആഹ്വാനങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ ഈ മാധ്യമങ്ങളുടെ ആളുകൾ ചെയ്യേണ്ട. അത് അസംബന്ധം പറയണ്ട. ഒരു അസംബന്ധം വസ്തുത എന്റെ പത്രസമ്മേളനം തടസ്സപ്പെടുത്താൻ കൈരളിയുടെ ദേശാമന്റെ ലേഖനത്തിൽ കൂടി ഇരിക്കുകയാണ്. ഞാൻ മര്യാദ കാണിക്കൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഇതിനെ പുറത്തേക്ക് മനസ്സിലായി. അസംബന്ധം പറയുന്നത് മര്യാദയ്ക്കുള്ളൂ. അത്ര വൈകാരികമായ ഞങ്ങളുടെ വിഷയമാണ്. അല്ല നിങ്ങളെ ചെയ്യിക്കരുത്. മനസ്സിലായി. വൈകാരികമായ ഒരു വിഷയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അസംബന്ധം പറഞ്ഞാൽ അതൊക്കെ നിർത്തിക്കും. അതൊക്കെ കയ്യിൽ വെച്ചതാണ്. ശരി.